പച്ചക്കറിക്കൂട്ടത്തിലെ കയ്പ്പ് കാരണം പല വീടുകളിലും ഒഴിവാക്കിയ ഒന്നാണല്ലേ പാവക്ക. എന്നാൽ പാവക്ക വളരെ ടേസ്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കയ്പ്പില്ലാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകി ഇതിലേക്ക് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുഴുവൻ ഉലുവയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതൊന്ന് തണുപ്പിച്ച് മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കണം. അതേ സമയത്ത് നമുക്ക് ചട്ടിയിലേക്ക് 2 പാവക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള പാവക്കയാണ്. അതിലേക്കൊരു വലിയ സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ലേശം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായാൽ മതി. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം കടുകും ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി 1-2-3 പീസാക്കി കട്ട് ചെയ്തതും ഒരു 5-8 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാളംപുളി കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് കുതിർത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടിക്കൂട്ടുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്കൊരു 1.5-2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതേപോലെ ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 10-20 സെക്കൻഡ് ഇതൊന്ന് വഴറ്റിയാൽ മതിയാകും. പിന്നെ അതിലേക്കൊരു 2 പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഒരുപാട് ഇങ്ങനെ ഉടയുന്ന വരെയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പാവക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാവക്കയുടെ കളറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് കളറ് ചേഞ്ച് ആയതേ ഉള്ളൂ. നമ്മൾ അതിലേക്ക് ഉപ്പും പഞ്ചസാരയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ചെറുപ്പകാലത്തും ഞാനും പാവക്കയൊന്നും തീരെ കഴിക്കാത്തൊരു കൂട്ടത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര രുചിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ അത് ചൂടാക്കി കഴിക്കുന്ന ഒരു കൂട്ടത്തിലായി മാറി. പിന്നെ നമ്മൾ നേരത്തെ വാളംപുളി എടുത്ത് വെച്ചിരുന്നല്ലോ, ആ വാളംപുളി വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളി നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുളിയിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പ്, തീയലിന് മെയിനായിട്ട് നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരുന്നു, ആ തീയലിൻ്റെ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ആ മിക്സിയുടെ ഇതിൽ തന്നെ അങ്ങ് കഴുകി നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഇതും നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവക്ക തീയൽ റെഡിയാണ്. നിങ്ങൾക്കറിയാം, വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് പാവക്ക. അതുമാത്രമല്ല നമ്മുടെ കണ്ണിൻ്റെയും കരളിൻ്റെയൊക്കെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനൊക്കെ കൈപ്പക്ക അഥവാ പാവക്ക, പല സ്ഥലങ്ങളും കൈപ്പക്ക എന്ന് പറയും, പാവക്ക എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കഴിക്കാത്ത ആളുകൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഫൈനലി ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ പാകമൊക്കെ നോക്കി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീയൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.